അതെ അതെ പറയൂ. ഞാൻ സക്കീർ ഹുസൈന, CPM-ന്റെ കളമശ്ശേരി ഏരിയ സെക്രട്ടറി. നമസ്കാരം പറയൂ. അല്ല, ഈ തൃക്കാക്കര ഇപ്പോ അല്ല മറ്റേ ഇവിടെ നമ്മുടെ യൂണിവേഴ്സിറ്റിയില് SFIയുടെ ജില്ലാ പ്രസിഡന്റിനെ പിടിച്ച് വണ്ടിയിലേക്ക് കൊണ്ട് കയറ്റി അവനെ തെറി പറഞ്ഞു ഒരു സംഭവം ഉണ്ടായി. ഇവിടെ അടി നടന്നിട്ട് ഒരു പയ്യന്റെ ചോര വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവർ അങ്ങോട്ട് പോയി അവരെ തിരിച്ച് ആമിനിറ്റിയിൽ ഒരു പയ്യനെ മാറ്റി അവിടെ ആമിനിറ്റി കൊണ്ട് തിരിച്ച് വന്ന പയ്യനോട് ആമിനിറ്റി കൊണ്ട് ആക്കിയിട്ടുണ്ട്. അത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. ഇവിടെ ഇപ്പോഴും പ്രശ്നം നടക്കുകയാണ്. ഞാൻ അതിന്റെ ഇടയിൽ നിൽക്കുകയാണ്. അല്ല വേറെ അങ്ങനെയാണെങ്കിൽ പിന്നെ ആമിനിറ്റി കൊണ്ട് ആക്കേണ്ട കാര്യമുണ്ടോ? അല്ല, അവൻ പറഞ്ഞല്ലോ ഞാനിപ്പോ SFIയുടെ ജില്ലാ ഭാരവാഹിയാണെന്ന് പറഞ്ഞിട്ടും വളരെ മോശമായി പെരുമാറുന്നതാണ് അവനോട്. ഇത് ഇങ്ങനെ നിങ്ങളിപ്പോ ചിന്തിക്കാൻ തുടങ്ങിയാൽ ഞാൻ എന്താ പറയുക? നിങ്ങൾ അങ്ങനെ ഒരു സാഹചര്യമായിരിക്കും അങ്ങനെ സംസാരിച്ച് കാണുമെന്നൊക്കെ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്കൊന്നും പറയാനില്ല. തിരിച്ച് ആമിനിറ്റിയിൽ ഇവൻ ഓടി ഹോസ്റ്റലിൽ ഇത്രയും കുട്ടികൾ ഇക്കണതിൻ്റെ അടുത്തോട്ട് അവൻ വരികയാണ്. അവനെ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് മാറ്റി, ഒരാളെങ്കിൽ ഒരാളെ മാറ്റി നിർത്തി ആമിനിറ്റി കൊണ്ടുപോയി മാറ്റി നിർത്തുന്നതാണ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ അവൻ അവിടെ ഇറക്കി നിർത്തേണ്ട കാര്യമുണ്ട്. അത്രയും ബാക്കി ആമിനിറ്റിയിലേക്ക് ഓടി വന്ന പിള്ളേരാണ് ഓടിച്ചത്. നിങ്ങൾ അവര് പറയുന്ന സൈഡിൽ നിന്ന് വർത്താനം പറയുകയാണെങ്കിൽ പിന്നെ എന്നോട് വർത്താനം പറഞ്ഞിട്ട് എനിക്കൊന്നും ചെയ്യാനില്ല. മനസ്സിലായോ? അല്ല, നിങ്ങൾ അദ്ദേഹം പറയുന്നത് മാത്രം കേട്ടിട്ട് എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. ഇങ്ങോട്ട് വരുന്നു, ആ പയ്യനെ തിരിച്ച് അവിടെ ആക്കി കൊടുക്കുന്നു, അവിടെ ഇരിക്കുന്ന ബാക്കിയുള്ള പിള്ളേർ ഓടിക്കുന്നു. ഞങ്ങൾക്ക് പണിയെടുക്കാൻ പറ്റണ്ടേ? ഇവർ തമ്മിൽ കൂട്ടടിക്കാൻ വന്നാൽ എന്ത് ചെയ്യും? ഈ കുട്ടികൾ തമ്മിൽ അടിച്ച് ചോര കണ്ടോണ്ടിരിക്കാൻ പറ്റാത്തതുകൊണ്ടല്ലേ ഞങ്ങളൊക്കെ ഇടപെടണത്. അല്ല, ഇവരടിച്ച് ചാകണം കണ്ടോണ്ടിരിക്കാൻ പറ്റും എനിക്ക്? ഇങ്ങനെ അടി ഉണ്ടാകുമെന്നും അവര് അവിടെ SFI ഇന്ന് എലക്ട് ചെയ്യപ്പെട്ട ആളുകളുടെ ആഹ്ലാദ പ്രകടനം ഉണ്ടെന്നും അതോടൊപ്പം തന്നെ മറ്റൊരു പ്രകടനം നടത്തുന്നുള്ളത് മുൻകൂട്ടി പറഞ്ഞിരുന്നല്ലേ അവര്. അതെ. അല്ല, ഞാൻ പറയട്ടെ, ആദ്യത്തെ SFIയുടെ പ്രകടനം മാന്യമായിട്ട് കഴിഞ്ഞു. അതിൽ ഞാനുണ്ടായിരുന്നു. അവര് തീർത്തു കഴിഞ്ഞു. ഇവരുടെ പ്രകടനം വന്നു, ഇവര് തിരിച്ചു പോന്നു. ഇവരുടെ മൊത്തത്തിലുണ്ടായിരുന്നു ഫ്രണ്ടിൽ 3-4 പിള്ളേർ നടന്നു പോയവരിൽ ആരടിച്ചെന്ന് ഇതുവരെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഈ പറയുന്ന സഹാറയിലെ ഹോസ്റ്റലിലെ പയ്യന്റെ തലയിൽ നിന്നാണ് ചോര കണ്ടുകൊണ്ടിരിക്കുന്നത്. അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനല്ലേ പറഞ്ഞേക്കുന്നത്. എനിക്ക് SFIക്കാർ പറയുന്നത് SFIക്കാർ അടിച്ചു, ഇവർ പറയുന്ന പോഴുന്ന വഴി ആമിനിറ്റിന്ന് SFIക്കാർ അവരടിച്ചു എന്നാണ് ഇവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് നാളെ ലീഡർഷിപ്പിലുള്ള ഒരാള് ഞാൻ ഇന്ന ആളാണെന്ന് പറഞ്ഞാൽ അയാളോട് മാന്യമായി പെരുമാറാതെ അങ്ങനെ ഒരു സമീപം എടുക്കാൻ ശരിയാണോ? ഞാൻ എന്താ പറയാ, ആമിനിറ്റി സെന്ററിൽ നിന്ന് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ എല്ലാം കഴിഞ്ഞ് കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് ഈ ഹോസ്റ്റലിലേക്ക് ഞാൻ പറഞ്ഞോട്ടെ. ഞാൻ അവനോട് തിരിച്ച് ആമിനിറ്റിയിൽ എത്തുമ്പോൾ അവൻ ജില്ലാ എന്തോ ചുമതലയാണെന്ന് പറഞ്ഞു അവൻ അവിടെ ഇറക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ അവനെ ഇറക്കുന്നു. ഞാൻ വേറൊരു കാര്യം നിങ്ങളോട് പറയാം. നിങ്ങളിപ്പോ SI ആയി വന്നതിന് ശേഷം ഞാനിതുവരെ നിങ്ങളെ വിളിച്ചിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് വിളിക്കണേ. നിങ്ങളെ സംബന്ധിച്ച് വളരെ മോശം അഭിപ്രായം ിന്റെ ഇടയിൽ നിന്നും രാഷ്ട്രീയ പ്രവർത്തകരുടെ ഇടയിൽ നിന്നും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോ ഈ കളമശ്ശേരിയിലെ ഒരു രാഷ്ട്രീയവും നിലപാടൊന്നും മനസ്സിലാക്കിയിട്ട് ഇടപെടുന്നത് നന്നാവും. അല്ല, എനിക്ക് അങ്ങനെ ഒരു നിലപാടില്ല. ഞാൻ നേരെ പോകുന്ന പറയുന്ന ആളാണ്. ഒരു പാർട്ടിയോടും കൂറില്ല ഇവിടെ ഇരിക്കാന്ന് ഞാൻ വാക്കും പറഞ്ഞിട്ടില്ല. മനസ്സിലായോ? ഞാൻ വാക്ക് പറയുന്നില്ല. നിങ്ങൾക്ക് ഞാൻ പറയാം, എനിക്ക് അങ്ങനെ ഒരു നിലപാടില്ല. കളമശ്ശേരി ആരുടെ ആണെങ്കിലും എനിക്ക് പ്രശ്നമല്ല. ഞാൻ വന്നിരിക്കുന്ന എനിക്ക് എല്ലാം പിള്ളേരും ഒരുപോലെ. മനസ്സിലായോ? ആരുടെ ആയാലും എന്താണ് നിങ്ങൾ? ഞാൻ ഇവിടുത്തെ നിലപാട് നോക്കിയിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല എനിക്ക്. ഞാൻ കളമശ്ശേരി വന്നായിരിക്കണം ആരും കാല് പിടിച്ചിട്ടല്ല വന്നിരിക്കുന്നത്. അല്ല, ഞാൻ മാന്യമായിട്ട് പെരുമാറും. ഇതിൽ കൂടുതൽ എങ്ങനെ പിള്ളേർ തല്ലണം ഞാൻ കണ്ടോണ്ടിരിക്കാൻ പറ്റും? നിങ്ങളുടെ ചുമതലയിലുള്ള പയ്യനെ ഞാൻ ആമിനിറ്റി സെന്ററിൽ കൊണ്ടേ ആക്കി. ഞാൻ എന്ത് ചെയ്യണം അതിൽ കൂടുതൽ? അവനും ഈ ഹോസ്റ്റലിലേക്ക് സംസാരിക്കണം. ഞാൻ എനിക്കൊരു വികാരം അങ്ങനത്തെ ഒരാളല്ല. കാണൂല പിള്ളേർ തമ്മിൽ തമ്മിലില്ല. കളമശ്ശേരിയിൽ നിങ്ങൾ മാത്രമല്ല SI ആയിട്ട് വന്നിട്ടുള്ളൂ. വളരെ വ്യത്യാസമുണ്ട് സുഹൃത്തെ. അതാണ് വ്യത്യാസം. അതിവിടെ ചത്ത് കിടന്നാലും പിള്ളേർ തല്ലാൻ ഞാൻ ബൈക്കൂല. അതിവിടെ യൂണിഫോം ഇട്ടിട്ടാണെങ്കിൽ ചാകാൻ റെഡി ആയിട്ട് വന്നേക്കണം. മനസ്സിലായോ? അത്രേ ഉള്ളൂ. നിങ്ങൾ എന്താ ചെയ്യുന്ന വെച്ചാൽ ചെയ്യും. ഞാൻ ഏറ്റവും മാന്യമായിട്ട് നിങ്ങളോട് സംസാരിച്ചു. ഇവിടെ ഇരിക്കാൻ ഞാൻ വാക്ക് കൊടുത്തിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന അവരാണ് ഇത് നശിപ്പിക്കുന്നത്. അല്ല, നിങ്ങൾ നേരം മാന്യമായിട്ട് പറഞ്ഞു. നിങ്ങളുടെ ജില്ലയിലെ ഒരു പയ്യൻ പറയണതാണ് നിങ്ങൾ വിശ്വസിക്കണം. ചത്ത് പണിയെടുക്കുന്ന പറയണം നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത എന്താണ്? ചൂടാവണ്ടെന്ന് ഞാൻ ഭയങ്കര മാന്യമായിട്ട് പല ആളുകളോടും ഇങ്ങനെ ചൂടായി വർത്താനം പറഞ്ഞിട്ട് മാന്യമായിട്ട് സംസാരിച്ചു. ഞാൻ മാന്യമാണ്, നല്ല മാന്യനുമാണ്. എനിക്ക് നന്നായിട്ട് അറിയാം. മനസ്സിലായോ? താൻ അങ്ങനെ മെക്കിട്ട് ഒരു വർത്താനം പറയല്ലേ? ഞാൻ എന്ത് മെക്കിട്ട് മാന്യമായിട്ട് സംസാരിക്കും. മാന്യമായിട്ട് തന്നെ സംസാരിക്കാം. നിങ്ങൾ മനസ്സിലാക്കി. എനിക്കത് രാഷ്ട്രീയ പ്രവർത്തകർ താൻ പുച്ഛമായിരിക്കാം. എനിക്കൊരു പുച്ഛമാണെങ്കിൽ അത് എനിക്കറിയില്ല. എനിക്ക് രാഷ്ട്രീയക്കാരോട് പുച്ഛമില്ല. അല്ലെന്ന് താൻ മാത്രമല്ല പോലീസ് നിരവധി പോലീസ് ഉദ്യോഗസ്ഥന്മാരെ
പറയുന്നത്. അവരൊക്കെ നിങ്ങൾ കാണുന്നല്ലേ, അവരെല്ലാം വിളിച്ച് സംസാരിക്കണല്ലേ, സംസാരിച്ചോളൂ. ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെന്ന് നിങ്ങളെല്ലാം സംസാരിക്കണോ? ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട് മാന്യമായിട്ടാണ് സംസാരിച്ചത്. കൊമ്പുണ്ടോ? അല്ല, എനിക്ക് കൊമ്പില്ല, നിങ്ങൾക്ക് കൊമ്പുണ്ടെങ്കിൽ ചെയ്യും. ഞങ്ങൾക്ക് എനിക്ക് കൊമ്പില്ല, എനിക്ക് അങ്ങനത്തെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ വളരെ മാന്യമായി സംസാരിക്കാൻ ഇടപെടുന്നുണ്ട്. താനെന്താ വല്ല പ്രത്യേകതയുണ്ടോ? അതെനിക്കറിയില്ല, ഉണ്ടാവുമായിരിക്കും ചിലപ്പോൾ. യൂണിഫോമേ പണിയെടുത്ത് ടെസ്റ്റ് എഴുതി പാസ്സായത്, അതുകൊണ്ട് നല്ല എല്ലാവരും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളെ കൊണ്ട് നിർത്ത്. അങ്ങനത്തെ ആളല്ല ഞാൻ. ഇരിക്കൂല നിങ്ങൾ പറയുന്നിടത്ത് ഇരിക്കാനും പണിയെടുക്കാനും നിങ്ങൾ പറയുന്ന പോലെ ചെയ്യൂല കേട്ടോ. അങ്ങനെ പേടിച്ച് ജീവിക്കാൻ പറ്റൂല.